ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങളെന്ന് പറ്റുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം ഇന്നത്തെ ഗൈഡൻസ്. അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്മഡ് ചെയ്ത് ഇവിടെ ഒന്ന് ക്ലെൻസ് ചെയ്യാം. ഓക്കെ, സ്പേസ് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് എടുക്കാം. നിങ്ങൾ ഇന്നല്ല എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് സ്കിപ്പ് ചെയ്യല്ലേ. കാരണം നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള സാധനം സ്പിരിറ്റ് എന്താണെന്നാലും നമുക്ക് എത്തിച്ചു തരും. അപ്പോൾ ആ ഒരു സംഭവം മനസ്സിൽ വെച്ച് വേണം ഈ പറഞ്ഞ പോലെ ഇത് ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന ഗൈഡൻസ്, നമുക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻസ് അതെല്ലാം ഡിവൈൻ കറക്റ്റ് സമയത്ത്, നമുക്ക് എപ്പോഴും തെറ്റിപ്പോകുന്നു എന്നുള്ളത് മാത്രമേ ഡിവൈൻ അങ്ങനത്തെ തെറ്റുകളൊന്നും സംഭവിക്കില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എന്ത് വീഡിയോസ് കണ്ടിരുന്നാലും കണക്റ്റ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഞാൻ ഇതൊന്നും ഒന്ന് ഫോഴ്സ് ചെയ്ത് ചെയ്യണം എന്നല്ല പറയുന്നത്. കണക്റ്റ് ആവുന്നു, ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ചില വീഡിയോസ് കാണുമ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് തോന്നും ഒന്ന് കേട്ട് നോക്കാം, എന്താ പറയുന്നതെന്നൊന്ന് നോക്കാമല്ലോ എന്ന് തോന്നും. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കണക്ട് ചെയ്യുക. നിങ്ങൾക്കുള്ള ഇൻഫർമേഷൻ എന്തെങ്കിലും ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും കിട്ടും. ഓക്കെ, ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച് സ്പിരിറ്റ് ഗൈഡ്സ്. ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും എന്താണോ അവരുടെ ലൈഫിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഗൈഡൻസ്, എന്ത് ഗൈഡൻസ് ഒന്നും അവർക്ക് ആസ് ഓഫ് നൗ വേണ്ടുന്നത് നമുക്കത് തരണം സ്പിരിറ്റ്. താങ്ക് യു, താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. എന്ത് ഗൈഡൻസ് ആണോ അവർക്ക് ആസ് ഓഫ് നൗ വേണ്ടത്. താങ്ക് യു. ഓക്കെ, ഓക്കെ. എന്തെങ്കിലും ഇമോഷണലി ഡ്രെയിൻ ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണോ നിങ്ങൾ ആരെങ്കിലും ഒക്കെ? ഇമോഷണലി നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചു ഈ ഓഫർ കിട്ടും, ഇന്റർവ്യൂ ഒക്കെ വളരെ സെറ്റ് ആയിരുന്നു, ഒന്നും പറയാനില്ല, അത്ര സൂപ്പർ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ വന്നു നമ്മൾ വിചാരിച്ചു ഓക്കെ എല്ലാം ഓക്കെ ആണ്, പക്ഷെ ഇപ്പൊ ആസ് ഓഫ് നൗ അവരൊരു കോണ്ടാക്റ്റും ചെയ്യുന്നില്ല. ഇങ്ങനെ ഓവറോൾ എനർജിയിൽ നിങ്ങളുടെ ഉണ്ട്. ഓക്കെ, മാത്രമല്ല നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ഇപ്പം ആസ് ഓഫ് നൗ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പേഴ്സണെ നിങ്ങൾ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്, അതിലൂടെ നിങ്ങൾ ഇമോഷണലി കുറച്ച് ഡ്രെയിൻ ആണ്. ഇതൊക്കെയാണ് സിറ്റുവേഷൻസ് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ മെസ്സേജ് റെസനേറ്റ് ആവും. അതുപോലെ തന്നെ എന്തെങ്കിലും ഫൈനാൻഷ്യൽ ലോസ്, നമ്മൾ പറയില്ലേ ഫൈനാൻസ് പരമായിട്ട് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ പേഴ്സൺ നമ്മുടെ ലൈഫിൽ നഷ്ടപ്പെട്ടു പോയി, ഇങ്ങനെയൊക്കെയുള്ള എനർജീസ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് നിങ്ങളുടെ മെസ്സേജാണ്. കാണുക അതിൻ്റെ വരെ എന്തെങ്കിലും മെസ്സേജ് കിട്ടും. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം, ഇതിൽ എല്ലാ മെസ്സേജും എൻ്റെതാണ് എന്ന് പറഞ്ഞ് നിർബന്ധിച്ചൊന്നും പിടിച്ചു വെക്കരുത്. ഓക്കെ, ഇതിൽ ഓരോരുത്തർക്കും എന്താണോ റെസനേറ്റ് ആവുന്നത് അത് മാത്രം എടുത്തിട്ട് പോവുക. ഓക്കെ, ഓൾറൈറ്റ്. ഇതിനകത്ത് ദ ഫൂൾ കാർഡാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾ പല ആൾക്കാർക്കും ആഗ്രഹിക്കുന്നതും ന്യൂ ജേർണി ആയിരിക്കും, ന്യൂ ബിഗിനിങ് ആയിരിക്കും. പിന്നെ എനിക്ക് ചില ആൾക്കാരോട് പറയാനുള്ളത്, എല്ലാ രീതിയിലും ഭയങ്കര പോസിറ്റീവായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ കുഴിയിലാവുമെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ഇത് കുഴിയിലാവുന്നുള്ള ചാൻസ് ഉണ്ട്. ഒന്ന് അലേർട്ട് തന്നെയാണ്. ഓക്കെ, കാരണം ഫൂൾ കാർഡിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ബിഗിനിങ് ആണെന്ന് വെച്ചാൽ ന്യൂ ബിഗിനിങ് ആണ്. അതേസമയം ന്യൂ ബിഗിനിങ് സ്പിരിച്വാലിറ്റി ആണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഞാൻ 100% നല്ല കാര്യം എന്ന് പറയും. അതേസമയം എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിസിഷൻ എടുക്കുന്നു, നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് അതത്ര ശരിയല്ല ഇരിക്കാൻ, അത് ചിലപ്പോൾ ഞാൻ വല്ലാണ്ട് പെട്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് മാത്രം 333 ഞാൻ നമ്പർ കണ്ടു, നിങ്ങൾ 333 നമ്പർ കാണുകയാണെങ്കിൽ അതും ഒരു ഈ പറഞ്ഞ പോലെ ഒരു സൈനാണ്. നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ച കാര്യം കറക്റ്റ് ആണ് എന്നുള്ളതിൻ്റെ ഒരു സൈനായിട്ട് എടുക്കുക 333 നമ്പർ. ഓക്കെ, അത് മാത്രമല്ല നമ്മളിത് എന്താ നമ്മുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നത് അത് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആഗ്രഹിക്കാത്ത സാധനം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കരുത്. ന്യൂ ബിഗിനിങ്, ചില ആൾക്കാർക്ക് ഇത് 100% ന്യൂ ബിഗിനിങ് ആണ്. ചില ആൾക്കാരെ സംബന്ധിച്ചോളം ഈ ആവശ്യമില്ലാത്ത ഡിസിഷൻസ് എടുക്കരുത്. എനിക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നും, പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ വിചാരിക്കുന്ന രസമായിരിക്കില്ല ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ നമുക്ക് കൊണ്ടുവരുന്നത്. ചിലപ്പോൾ ആ ഒരു പേഴ്സൺ ആയിരിക്കാം. നിങ്ങൾക്കത് പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് ഈ പർട്ടിക്കുലർ പേഴ്സൺ ആവശ്യത്തിനുള്ള റെസ്പോൺസിബിലിറ്റി എടുക്കുന്നില്ല, വേണ്ടുന്ന രീതിയിൽ ഇതിൽ എന്താ പറയുക ഇൻവോൾവ് ആവുന്നില്ല. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കുക, ലൈക്ക് അങ്ങനെ തന്നെയാണോ, അത് എൻ്റെ തോന്നലാണോ, എൻ്റെ ഇൻഡ്യൂഷൻ തന്നെയാണോ ഇത് പറയുന്നത്, അത് മൈൻഡ് വെറുതെ ഇട്ട് അലേർട്ട് ചെയ്യുന്നതാണോ നോക്കുക, അതിനുശേഷം ആക്ട് ചെയ്യുക. ഓക്കെ, ദ ഹൈ പ്രീസ്റ്റസ് ഉറപ്പായിട്ടും നിങ്ങളിൽ പല ആൾക്കാരുടെയും ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആണ്, ഓൺ പോയിന്റ് ആണ്.
ഓക്കെ, ഹൈലി കണക്റ്റഡ് ആണ് നിങ്ങൾ പലരും. താങ്ക് യു സോ മച്ച്. കാരണം ഹൈപ്രിസ്റ്റസ് പോലത്തെ എനർജിയുള്ള ആൾക്കാർ വരുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. നിങ്ങൾ പല ആൾക്കാരും ചിലപ്പം ടാരോ റീഡിംഗ് കോഴ്സോ അല്ലെങ്കിൽ ന്യൂമറോളജി കോഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കൊള്ളാം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളെ ലൈഫിൽ സ്റ്റെബിലിറ്റി കൊണ്ടുവന്നാൽ കൊള്ളാം. എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി കിട്ടിയാൽ കൊള്ളാം. പലപ്പോഴും ഇൻഡ്യൂട്ടീവ്ലി കിട്ടുന്ന കാര്യങ്ങൾ ഇഗ്നോർ ചെയ്ത് കളഞ്ഞ് പിന്നെ പണി കിട്ടിയ ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യണേ. ചിലപ്പോൾ നമുക്കൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. നമുക്ക് ഇൻഡ്യൂഷനിൽ ചില ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ശരിയാവില്ല, മുന്നോട്ട് പോയാൽ നമ്മൾ വിചാരിക്കുന്നതായിരിക്കും റിസൾട്ട് എന്ന് തോന്നിയാലും നമ്മൾ എന്ത് ചെയ്യും, ഇത് വെറുതെ എൻ്റെ മനസ്സിന് ആവശ്യമില്ല, എൻ്റെ അടുത്ത് അങ്ങനെയൊന്നും അവരാരും കാണിച്ചിട്ടില്ലല്ലോ എന്നുള്ളതായിരിക്കും നമ്മുടെ മൈൻഡ് ആദ്യം നമുക്ക് തരുന്ന അലേർട്ട്. പക്ഷെ ഓൾ ഓഫ് എ സഡൻ നമുക്ക് അതിൻ്റെ കറക്റ്റ് പണി കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ നമ്മൾ വിചാരിച്ച കണക്കല്ല, നമ്മൾ ഇൻഡ്യൂഷൻ പറഞ്ഞത് വളരെ പോയിന്റാണ്, ശുദ്ധ പോയിന്റ് ആയിരുന്നു, ഞാൻ ഇഗ്നോർ ചെയ്തതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സിനാരിയോ ആണ് ഞാൻ അതിനകത്ത് കാണുന്നത്. നെക്സ്റ്റ് ഈസ് ക്ലാരിറ്റി. നിങ്ങളുടെ മനസ്സിൽ മെന്റൽ ക്ലാരിറ്റി ഉണ്ടാവുന്നു. പിന്നെ ചില ആൾക്കാർ ഉറപ്പായിട്ട് ഇതൊരു സ്പിരിച്വൽ ജേർണിയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്പിരിച്വൽ ജേർണി സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ പലപ്പോഴും ഈ പറഞ്ഞ സ്പിരിച്വൽ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ എന്തെങ്കിലും ഇമോഷണൽ ലോസിലൂടെയോ അല്ലെങ്കിൽ ഇമോഷണൽ ട്രെയിൻ ആവുന്നതിലൂടെയോ ഒരു പർട്ടിക്കുലർ പേഴ്സൺ നമ്മുടെ ലൈഫിൽ നിന്ന് പോകുന്നതിലൂടെയോ ഒരു പർട്ടിക്കുലർ പേഴ്സൺ നമ്മുടെ ലൈഫിൽ വന്ന് നമ്മളെ ചില ലെസൺസ് പഠിപ്പിക്കുന്നതിലൂടെയൊക്കെ തന്നെയാണ് നമ്മുടെ സ്പിരിച്വാലിറ്റി അവേക്കൺ ആവുന്നത്. ചില ആൾക്കാർക്ക് സ്പിരിച്വൽ ജേർണിയാണ്. നിങ്ങൾ ചില ആൾക്കാർ ആർക്കെങ്കിലും മൈക്കിൽ പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കും. ഉറപ്പായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിലുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന മാതിരി തന്നെ നിങ്ങളുടെ ലൈഫിൽ അദ്ദേഹം വരും. പലപ്പോഴും നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു കാരണമില്ല നമ്മൾ പറയില്ലേ, ചില സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മൾ പെട്ടു ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് വിചാരിക്കുന്നിടത്ത് നമുക്കൊരു പ്രതീക്ഷയില്ലാത്ത സമയത്ത് റാൻഡമായിട്ട് നമ്മൾ അവിടുന്ന് ഓൾ ഓഫ് എ സഡൻ നമ്മൾ രക്ഷപ്പെടും. ഓക്കെ, അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉറപ്പായിട്ട് നിങ്ങൾ പല ആൾക്കാർക്കും വന്നിട്ടുണ്ടാവണം. ക്യൂൻ ഓഫ് പെന്റക്കിൾസ്. നിങ്ങൾ എന്തെങ്കിലും ഫൈനാൻഷ്യൽ ഡിസിഷൻസ് ആണ് എടുക്കുന്നത്, ശരിയായിരിക്കോ തെറ്റായിരിക്കോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്ലാരിറ്റിയുടെ എനർജിയിൽ വന്നതിന് ശേഷം എടുക്കുക. കാരണം ക്ലാരിറ്റി ഇല്ല, ഫൈനാൻഷ്യൽ ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ ക്ലാരിറ്റി ഇല്ല. അതുപോലെ തന്നെ നിങ്ങളൊരു പർട്ടിക്കുലർ പേഴ്സണെ കണ്ടു, ഓക്കെ, ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തോന്നുന്നു അവർ വളരെ നല്ലതായിരിക്കും, നിങ്ങൾക്ക് ഇൻഡ്യൂട്ടീവ്ലി തോന്നുന്നുണ്ട്. പക്ഷെ മൈൻഡ് ചില സമയത്തും അലേർട്ട് ചെയ്യാറുണ്ട്. മനസ്സിലായ ചില ആൾക്കാർ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ലൈക്ക് അവർ വളരെ ജെന്യൂൻ ആയിരിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്ക് വെളിയിൽ നിന്ന് കാണുമ്പോൾ അത്ര ഒരു സൂപ്പർ എനർജി ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ കാർഡ് വരുമ്പോൾ അങ്ങനെ എന്താ പറയാ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഈ ഒരു പർട്ടിക്കുലർ പേഴ്സണോട് ഡീല് വെച്ചാൽ, എഗ്രിമെന്റ് വെച്ചാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബിസിനസ് ഡീല് വെച്ചാൽ ശരിയാവും ഇല്ലേ, ഈ ക്ലാരിറ്റി എടുക്കുക. പ്രൊട്ടക്ഷൻ എടുത്തിട്ട് ഇത് ചെയ്യാം. ഓക്കെ, അത് എടുത്തിട്ട് ചെയ്യുമ്പോൾ ഇതൊരിക്കലും തെറ്റാൻ ഒരു ചാൻസും ഇല്ല. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ചില സമയങ്ങളിൽ നമുക്ക് ഡിവൈനായിട്ട് തന്നെ അലേർട്ട് തരും, ഒരു പർട്ടിക്കുലർ പേഴ്സണുമായിട്ടുള്ള ഇത് വേണ്ട, റിലേഷൻഷിപ്പ് വേണ്ട, അല്ലെങ്കിൽ സിനാരിയോ വേണ്ട എന്നുള്ളതിന്റെ അലേർട്ട് തരും. അക്സെപ്റ്റ് ചെയ്യാം, മടിക്കാതെ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഓൾറൈറ്റ്. ദ സ്റ്റാർ കാർഡ്, ഡെസ്റ്റിനി ചേഞ്ച്, വിഷ് ഫുൾഫിൽമെന്റ് കാർഡാണ്. ചില ആൾക്കാർക്ക് ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന സിനാരിയോസ് നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരുന്നു. ഓക്കെ, പിന്നെ നിങ്ങൾ എന്തെങ്കിലും ടൈപ്പ് ഓഫ് സിറ്റുവേഷനിലൂടെ പാസ് ചെയ്ത് പോയി ഭയങ്കര ഇമോഷണലി ഡ്രെയിൻ ആയിപ്പോയി, ഓൾ ഓഫ് എ സഡൻ ഞാൻ പറഞ്ഞില്ല ഇതുപോലത്തെ എന്തെങ്കിലും ഇമോഷണൽ സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ അതിനകത്ത് നിന്ന് 100% ഹീലായി പുറത്തോട്ട് വരുന്നു. ഹീലിംഗിന്റെ എനർജി ഉണ്ട്, ഡിവൈൻ കണക്ഷൻ. ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല, ആര് തന്നെ ആയിരുന്നാലും എനിക്കിനകത്ത് ഒരു കാര്യം ക്ലിയർ ആയിട്ട് പറയാനുണ്ട്, നിങ്ങൾ ഹൈലി കണക്റ്റഡ് ആയിട്ടുള്ള പീപ്പിൾ ആണ്. മേ ബി ഞാൻ പറയില്ലേ, നമ്മുടെ കളക്റ്റീവ് ഭയങ്കര ചെറുതായിരിക്കും, മേ ബി അത്രയും കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മൾ കണക്ട് ആവുന്നത് അല്ലേ. അപ്പം ഇതിനകത്ത് എനിക്ക്, കാരണം ഇതിനകത്തുള്ള എല്ലാ കാർഡ്സിനകത്തും ഒരു ഡിവിനിറ്റി ഉണ്ട്, ഡിവൈൻ എനർജി ഉള്ള കാർഡ്സ് ആണ്. അപ്പോൾ ആ ഒരു ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും നമ്മൾ ഈ കളക്റ്റീവിലുള്ളത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും റീസെന്റ് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ഹീലിംഗ് അവൈലബിൾ ആണ്, ഡിവൈൻ പ്രസൻസ് അവൈലബിൾ ആണ്. ഭഗവാന്റെ എന്താ പറയാ, നമുക്ക് ആ ഒരു മനസ്സിലൊരു സ്ട്രെങ്ത് കിട്ടും, ആ സ്ട്രെങ്ത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അങ്ങനത്തെ എല്ലാ രീതിയിലും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സിനാരിയോസ് തന്നെയാണ് ഈ 10 of Cups, ഹാപ്പി ഫാമിലി. നിങ്ങൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് കുറച്ച് വെറീഡ് ആണെങ്കിൽ വെറീഡ് ആവണ്ട, ഹാപ്പി ഫാമിലി എനർജി തന്നെയാണ്. മാത്രമല്ല ഇതിനകത്ത് ഒരുപാട് സന്തോഷം, ഇമോഷണൽ ഹാപ്പിനെസ്, അൾട്ടിമേറ്റ് ഹാപ്പിനെസ്, മിൽക്ക് ആൻഡ് ഹണി എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള ഒരു എനർജി അതിനകത്തുള്ളത്. അപ്പം 100% നിങ്ങൾ അത്രയും ഇമോഷണലി, കാരണം നിങ്ങൾ അത്രയും ഇമോഷണലി നിങ്ങൾ ഡ്രെയിൻ ആയി പോയിട്ടുണ്ടോ. 5 to 10 ആണ്, 5 ക്വാണ്ടം ജമ്പ് പോലെ 10 വരെയാണ്. 5 to 10 എന്ന് പറയുമ്പോഴത്തേനും ഉറപ്പായിട്ടും വലിയൊരു ഹ്യൂജ് ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം കിട്ടുന്നു, എന്തെങ്കിലും പർട്ടിക്കുലർ ഓഫർ നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന കാര്യത്തിന് നിങ്ങൾക്ക് ക്ലാരിറ്റി വരുന്നു. ഓക്കെ, നിങ്ങൾ ഒരുപാട് ജഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്കൊരു എന്താ പറയുക സൊല്യൂഷൻ വരുന്നു, ഡിവൈൻ്റെ പ്രസൻസ് വരുന്നു.
ഓക്കെ, ഗ്രേറ്റ്, നല്ല എനർജി. ഇന്നത്തെ ഗൈഡൻസ് ഇന്ന് കിട്ടാവുന്ന ഏറ്റവും സൂപ്പർ കാർഡ്സ്. ഫൈനലി 2 കാർഡ്സും കൂടെ എടുത്ത് നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. ഒരുപാട് സന്തോഷം, കാരണം ഇതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല കാര്യങ്ങൾ വരട്ടെ. നമ്മൾ ക്ലെയിം ചെയ്യുക, നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ക്ലെയിം ചെയ്യുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരുന്നു, നമ്മൾ റെഡിയാണ് അല്ലേ. നമ്മൾ ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷന് വേണ്ടി റെഡിയാവുക എന്നുള്ളതാണ്. താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ആർക്കേഞ്ചൽ മൈക്കിൾ. വാവ്, എനിക്കറിയില്ല, ഇത് എൻ്റെ വരെ കണ്ട ആൾക്കാർക്കും ഒരു സന്തോഷം ഫീൽ ചെയ്യും. എനിക്ക് 100% സന്തോഷം ഫീൽ ചെയ്യുന്നു. ആർക്കേഞ്ചൽ മൈക്കിൾ പ്രസൻസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഡിവൈൻ ആർക്കേഞ്ചൽ മൈക്കിൾ തന്നെ നമ്മുടെ റീഡിങ്ങിൽ വന്നു. താങ്ക് യു ആർക്കേഞ്ചൽ മൈക്കിൾ. കാരണം ഞാൻ ഹൈലി കണക്റ്റഡ് ആണ്, 100% പ്രൊട്ടക്റ്റഡ് ആണ്. ഇല്ലെന്ന് ഞാൻ പറയില്ല കേട്ടോ. എനിക്ക് ഒരുപാട് സിറ്റുവേഷനിൽ എന്നെ ഇങ്ങനെ പൊക്കി എടുത്തോണ്ട് പോകില്ലേ, അമ്മാതിരി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ നിങ്ങൾ വളരെ അറ്റാച്ച്ഡ് ആണ്, നിങ്ങൾക്ക് ആ കണക്ഷൻ കട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആർക്കേഞ്ചൽ മൈക്കിൾ ഹെൽപ്പ് എടുക്കുക. ആ ഒരു കണക്ഷനായിട്ടുള്ള എല്ലാ ഇൻ ആൻഡ് യാങ് ബാലൻസിങ് ഓഫ് എനർജി, നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ബാലൻസിങ് ഓഫ് എനർജി വരുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ലവ്. ഓക്കെ, നിങ്ങൾ ലവ് ആണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. കാരണം സ്നേഹം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ്, മറ്റ് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ലവ് റിലേഷൻഷിപ്പ് മാത്രമല്ല, എല്ലാ എനർജിയിലും നമ്മൾ കൂടുതൽ എക്സ്ചേഞ്ച് ചെയ്യാൻ എപ്പോഴും കരുതി വെക്കേണ്ട ഒരു കാര്യമാണ് ലവ് അല്ലേ. നമ്മുടെ ആ ഹാർട്ട് ഹീലിംഗ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഓൾറൈറ്റ്, സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അത്യാവശ്യം ക്ലാരിറ്റി കിട്ടി. നിങ്ങളുടെ ഇന്നത്തെ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടി. കണ്ടുകൊണ്ടിരിക്കുന്നവർ ഫുള്ള് കണ്ടതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും കണക്റ്റ് ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്.